grandmother wholeheartedly. In fact, I would say that every minute of his life, he thought of nothing else but MS. And in those days and times, when we are talking about almost 100 years back, it was impossible to find a person who dedicated himself to his wife in such a way. And for that, and that alone, my grandfather Sadasivam needs to be remembered. Because he made MS into not only a shy girl from Madurai, he developed her and focused on her to make her into a national icon and an international celebrity and a Bharat Ratna. Today, I think of the Mahaparivar of Kanchi and his blessings on my grandparents. And it is very apt that after today's program, my daughters will be singing, and my mother, Radha Vishwanathan, who painstakingly passed the divine legacy of MSMR to my daughters, she will be smiling from the heavens. Today is a very auspicious day, and I thank Hari Narayan for making this tremendous effort to bring this book not only to the people of Kerala, but since it is in English, it is also for the people of our country and indeed an international audience. I wish this book all success and may it reach a huge audience. Thank you, Hari, and thank you for all the people who went who made an effort to be a part of this book, like Pachu, Rajesh, Vincent, and others. Thank you so much. Namaskar. Thank you, Srivasan sir. ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ ശ്രീ BK ഹരിനാരായണൻ അല്പ വാക്കുകൾ സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമൊക്കെയുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കച്ചേരി തുടങ്ങാറായി, കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ ഗുരുവായൂരിൻ്റെ ചരിത്രം നമ്മളിലേക്കൊക്കെ എത്തിക്കുന്ന പരമേശ്വരേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. പരമേശ്വരേട്ടൻ ഒരിക്കൽ ഒരു ഫോട്ടോ അയച്ചു തന്നിരുന്നു. അത് 1989 നവംബർ 29 MS ഇവിടെ വന്നതിൻ്റെയും ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ കച്ചേരി നടത്തുകയും ആണ്. അത്രമേൽ അവർക്ക് ഈ ഒരു സ്ഥലവുമായി ബന്ധമുണ്ട്. ഈ വേദിയിൽ അവരുടെ 109ാം ജന്മദിനം ആഘോഷിക്കാനും കച്ചേരി നടത്താനും സമ്മതിച്ച കുടുംബത്തിനോട് നന്ദി പറയുന്നു. 70ഓളം MS-ൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ജീവചരിത്രങ്ങൾ, അമർചിത്രകഥ തൊട്ട് വലിയ വലിയ പുസ്തകങ്ങൾ വരെ പല ഭാഷയിലുള്ളത് റെഫർ ചെയ്തിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ. അപ്പം അതിൽ നിന്ന് പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിക്കുമ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇത് MS-ൻ്റെ മാത്രം ബയോഗ്രഫി അല്ല, ബയോഗ്രഫി ഓഫ് എ കപ്പിളാണ്. കാരണം MS എന്ന് പറയുന്ന സംഗീതജ്ഞയിൽ MS-ഉം MS-ൻ്റെ സംഗീതവും മാത്രമേ ഉള്ളൂ. MS എന്ന് പറയുന്ന ഒരു വ്യക്തിപ്രഭാവം, ലോകമറിയുന്ന കീർത്തിക്ക്, അങ്ങനെ ഒരു MS എന്ന് പറയുന്ന ഒരു ഐക്കണിൽ MS-നോടൊപ്പം തന്നെ സദാശിവവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പുസ്തകം. ഇതിൻ്റെ യാത്രയിൽ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സഹായിച്ച, ഇവിടെ വന്നിരിക്കുന്ന ഓരോ ഘട്ടത്തിലും ഫോൺ സംസാരിച്ച, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രകാശന വേളയിലെത്തിയ എല്ലാ വ്യക്തികളെയും ഒരേ പേരെടുത്ത് പറഞ്ഞാൽ വിട്ടുപോകുമോ എന്ന് പേടിച്ചിട്ടാണ് എല്ലാവരോടും നന്ദി പറഞ്ഞ് ഈ പുസ്തകം MS-ൻ്റെ ഓർമ്മകളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഔപചാരികമായി നമ്മുടെ നടന്ന പരിപാടി, പുസ്തകത്തിൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട പരിപാടി കൂടി അവസാനിക്കുകയാണ്. പുസ്തകം ആവശ്യമുള്ളവർക്ക് ഇവിടെ വേദിയുടെ പുസ്തകങ്ങൾ ലഭ്യമാണ്. വേദി നമ്മൾ കച്ചേരിക്ക് വേണ്ടി പേരക്കുട്ടികളുടെ കച്ചേരി ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്.
വേദിയിൽ സദസ്സുകൾ മുഴുവൻ എല്ലാ മഹനീയമായ വ്യക്തിത്വങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് വേദിയിൽ നടക്കുന്ന ഈ പുസ്തക സമർപ്പണ ചടങ്ങ് കുശുമത്തിലുള്ള ശരിയാകുന്ന എല്ലാവർക്കും നന്ദി. MS-ന്റെ കൊച്ചുമക്കളുടെ കച്ചേരിയാണ്. എസ് സൗന്ദര്യവും എസ് ഐശ്വര്യയും എസ് സൗന്ദര്യവും വേദിയിൽ പാടുന്നു. കമ്പനി ചെയ്യുന്നത് മൈലാരാജേന്ദ്രൻ വയലിൻ, പാലക്കാട് ജയേഷ്കൻ മൃദംഗത്തിൽ, ഏവരും അതുകൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ് 150-ാം ജന്മദിനത്തിൻ്റെ. അതിലേക്ക് കൂടി എല്ലാവരെയും ക്ഷണിക്കും. കുറിച്ചിത്താനം അനന്തകൃഷ്ണനാണ് ഇടത്തിൽ അക്കമ്പനി ചെയ്യുന്നത്. ഈ ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ കച്ചേരി സമർപ്പണമായിട്ടുള്ള കച്ചേരി ആരംഭിക്കും.